ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ വയനാട് പനമരം KB മൊയ്തീൻ ഖാൻ്റെ തറവാട്ടിൽ ചെയ്യുന്നത് കേട്ടോ. തറവാട്ടിലല്ല, KB മൊയ്തീൻ ഖാൻ്റെ വീട്ടിൽ. അപ്പോൾ അവർ മകളെ വീട്ടിലാണ് നമ്മളിപ്പോൾ കുറച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. പിന്നെ അങ്ങനെ കത്തിക്കണതിന് മുന്നേ പുക എടുത്തിരുന്നു പറഞ്ഞിട്ടൊരു പ്രശ്നം പറഞ്ഞിട്ട്, അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്ത് വന്നിട്ട് പിന്നെ നേരെ അവരെ തറവാട്ടിലാണ് ചെയ്യുന്നത്. തറവാട്ടെന്ന് വെച്ചാൽ പഴയൊരു ആലുവടുപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് എന്തൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ പറഞ്ഞിരുന്നു. അപ്പോൾ അത് നമ്മൾ പൊളിച്ചിട്ട് മാറ്റി ഫിറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിന് വന്നതാണ് കേട്ടോ. ഓക്കെ. ഇപ്പോൾ ഈ അടുപ്പ് നമ്മൾ പൊളിച്ച് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഇത് ആലുവ അടുപ്പായിരുന്നു. പിന്നെ ഒരു 3 കൊല്ലമായിട്ട് ഉപയോഗിച്ചിരുന്ന അടുപ്പാണ്. അപ്പോൾ അവരെ മക്കളെ വീട്ടിലൊക്കെ ചെയ്ത് കണ്ടപ്പോൾ നമ്മുടെ അടുപ്പും അവർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമായിട്ട് ഈ അടുപ്പ് പൊളിച്ച് ചെയ്യാൻ. കൂടുതൽ ഡാമേജ് ഒന്നും വന്നിട്ടില്ല, എങ്കിലും ടൈൽസും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇവിടെ ഈ കാസ്റ്റിൻ്റെ ഭാഗമൊക്കെ, കാസ്റ്റിനല്ല അത് സിമെൻറ്റാണ് വരുന്നത്, അതൊക്കെ പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കാസ്റ്റിൻ്റെ റിങ് അകത്ത് കൊടുക്കാനുള്ളൊരു കാരണം ഇതാണ്. കാരണം അതിൻ്റെ മുകളിൽ CST വെച്ചിട്ട് തേക്കുന്ന ആ തേപ്പൊക്കെ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് പോകും. കണ്ടില്ലേ, ഈ കൂടുതൽ ഉപയോഗിക്കുന്ന അടുപ്പിൻ്റെ ഉള്ളിൽ അവസ്ഥ. ഇതുപോലെ ആവാതിരിക്കാനാണ് നമ്മൾ കാസ്റ്റിൻ്റെ റിങ് വെക്കുന്നത്. കാസ്റ്റിൻ്റെ റിങ് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേയൊക്കെ കുറച്ചുകൂടി ഹീറ്റ് ഫീൽ ചെയ്യും, അങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പൊളിഞ്ഞ് പോകില്ല. അതുപോലെ തന്നെ കാണാൻ കുറച്ചുകൂടി വൃത്തി വരും. അതുകൊണ്ടാണ് നമ്മൾ കാസ്റ്റിൻ്റെ റിങ് അകത്ത് വെക്കാനുള്ള കാരണം. ഇതിപ്പോൾ വെച്ചിട്ട് എത്രയായി? 3 കൊല്ലമായി. പക്ഷെ ഇവിടെ ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പോയിട്ടുണ്ടല്ലേ, സിമെൻ്റൊക്കെ ടൈൽസ് ഇങ്ങനെ പോയിട്ടുണ്ട്. ഇതെന്തായാലും പൊളിച്ച് മാറ്റാനാണ് ഇപ്പോൾ നിങ്ങൾ പറയണത്. ഇത് ആലുവ അടുപ്പാണിത്. ആലുവ അടുപ്പിന്റെ ബോക്സ് അടുപ്പ് ടൈപ്പ് എന്താണ്, ഹൈടെക്. ഇതെന്താ സംഭവം എന്ന് വെച്ചാലേ, ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ പറയണത്, നമ്മൾ KC മൊയ്തീൻകാരുടെ വീട്ടിലാണ് ഉള്ളത്. അവരെ മോളെ വീട്ടിലും അവിടെ നിങ്ങൾ ഇവിടെ കമ്പളക്കാട് മോള. അപ്പോൾ അവർ 2 മക്കളെ വീട്ടിൽ നമ്മൾ അടുപ്പുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അടുപ്പ് കണ്ടപ്പോൾ ഉമ്മാക്ക് അതേ അടുപ്പ് വേണമെന്ന് അല്ലേ. അപ്പോൾ ഈ അടുപ്പുണ്ടാക്കിയിട്ട് 3 കൊല്ലമായിട്ടുള്ളൂ. പക്ഷെ എന്താ വെച്ചാൽ ഈ അടുപ്പ് പൊളിച്ച് ഒഴിവാക്കാൻ അറിയാം. സംഭവം അടുപ്പ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പുകയെടുക്കുന്ന പ്രശ്നമുണ്ടോ? എന്തായാലും ഇക്കത് പൊളിച്ച് ചെയ്യാനൊന്നും ഇക്ക് സത്യം പറയാൻ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. ഞാനിത് പറയല്ല, വീഡിയോ കോഡ് പറയല്ല. കാരണം വെച്ചാൽ 2-3 വർഷമൊക്കെ ആയപ്പോൾ എന്തായാലും ഒരു 10 വർഷമെങ്കിലും അടുപ്പ് ഉപയോഗിച്ചിട്ട് ഒക്കെ വേണമെങ്കിൽ പൊളിക്കാമെന്ന് മാത്രം. ഇത് ആവശ്യമാണെങ്കിൽ ചെയ്യാമെന്ന് മാത്രം. ഇതൊക്കെയാണ് നമ്മളെ കസ്റ്റമറുടെ അഭിപ്രായങ്ങൾ. കാരണം നമ്മുടെ അടുപ്പും മറ്റുള്ള അടുപ്പും കണ്ടിട്ട് അവരെടുക്കുന്ന തീരുമാനങ്ങൾ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ പൈപ്പിന് കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല? പൈപ്പിന് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയില്ലല്ലോ, 2 കൊല്ലമല്ലേ ഉള്ളൂ. അതിൻ്റെ അടുപ്പ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ നിലവിലെ ബോക്സും പൈപ്പും. പൈപ്പ് മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ അക്ക, പൈപ്പ് മാറ്റേണ്ട ആവശ്യമില്ല. പൈപ്പ് ഇപ്പോൾ ഇതൊക്കെ ഇത്ര ഒരു 10-20 കൊല്ലത്തിന് വരെ നിൽക്കുന്ന സാധനമൊക്കെ. ഈ ബോക്സ് എന്താക്കി തരാം. ബോക്സ് ഇപ്പോൾ ഈ വിൻഡോസില്ലേ, അത് ഞാൻ റിപ്പയർ ചെയ്ത് തരാം. നമ്മളെ ടോപ്പും വെക്കാം കേട്ടോ. പിന്നെ പറഞ്ഞില്ലേ, നമ്മൾ അടുപ്പ് പൊളിച്ചിട്ട് അടുപ്പ് വെച്ച് തരാം. അതിൻ്റെ ടൈൽസ് ഗ്രാനൈറ്റ് കാര്യങ്ങൾ നിങ്ങൾ പിന്നീട് ചോദിച്ചാൽ മതി. മോനാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഇതൊന്നാ വർക്ക് ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ് കേട്ടോ. ഓക്കെ. ചായ കുടിച്ചിക്കണോ? ഞങ്ങൾ ഇവിടുന്ന് കുടിച്ചിട്ടാന്നല്ലേ. ബാങ്ക് കൊടുത്ത് ഞങ്ങളെ വർക്ക് ഇവിടെ തീർന്നിട്ടോ. അപ്പോൾ ഇവരുടെ കുടുംബത്തിൽ ഇപ്പോൾ ഞങ്ങൾ 3ാമത്തെ വർക്കാണ് ചെയ്യണത് കേട്ടോ. ഒരു കമ്പളക്കാട് ജുനൈദ്ക്ക എന്ന് പറഞ്ഞ ആൾ വീട്ടിലാണ് ഞങ്ങൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഞങ്ങൾ അവരെ
അനിയത്തിമാരെ വീട്ടിലൊക്കെ ചെയ്തു തുടങ്ങി. അങ്ങനെ അവർ തറവാട്ടിലും ചെയ്തു. അപ്പോൾ നമ്മൾ സാധാരണ കൂടുതലും ചെയ്യാറുള്ള മോഡൽ ഈ ടൈപ്പ് അടുപ്പ് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ പഴയ ആലുവടുപ്പായിരുന്നു, നമ്മളത് പൊളിച്ചിട്ട് പിന്നെ ചെയ്തൊക്കെയാണ്. ബാക്കി ഇവർ ഈ ഭാഗങ്ങളിൽ കാണുന്ന ടൈൽസും കാര്യങ്ങളെല്ലാം അവർ പിന്നീട് ഒട്ടിക്കും. പിന്നെ ഈ ഗ്രാനൈറ്റാണ് അവർ സെലക്ട് ചെയ്തിട്ട് ഒട്ടിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് എന്തായാലും ഞങ്ങൾ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ വയനാട്ടിലത്തെ പനമരത്തെ 2 വർക്കും കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ്. ഇവിടെ നമ്മൾ ഇവരെ തറവാട്ടിൽ അടുപ്പ് പൊളിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അടുപ്പ് പൊളിച്ച് നമ്മൾ അടുപ്പൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ തിരിച്ചു പോവുകയാണ്. എന്തായാലും ഇൻഷാ അല്ലാഹ് നേരെ നാട്ടിലേക്കാണ് പോകുന്നത്. നാട്ടിൽ പോയിട്ട് വീണ്ടും എനിക്ക് കണ്ണൂർക്ക് അർജൻറ്റായിട്ട് പോകേണ്ടതുണ്ട്. ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത് കണ്ണൂരും വയനാടും കൂടി ഒന്നിച്ച് വരാമെന്നായിരുന്നു. അപ്പോൾ ഒരുപാട് ലോഡ് കൂടണ്ടെന്ന് ചെയ്തിട്ട് ചെറിയ വണ്ടിയെ കാരണം ഞാൻ സാധനം കുറച്ചെടുത്തിട്ടുള്ളൂ. എന്തായാലും ഇൻഷാ അല്ലാഹ് നാളെ നാട്ടിൽ പോയിട്ട് ഇനി കണ്ണൂരിലേക്കാണ് അടുത്ത ട്രിപ്പ്. ഞങ്ങൾ വയനാടത്തെ വർക്ക് കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. അപ്പം ഞാൻ ഫസ്റ്റ് എടുത്ത വീഡിയോ എന്ന് വെച്ചാൽ പകരെടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ. ഇനി വയനാട് ചുരത്തിൽ നിന്ന് മേലെന്ന് രാത്രിയിൽ എടുത്ത വീഡിയോ എങ്ങനെയുണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാം. ഓക്കെ, ഇതാണ് വയനാട് ചുരത്തിലെ രാത്രി കാഴ്ചകൾ കേട്ടോ. നമ്മൾ പകൽ കണ്ടിരുന്നു മർക്കസിൻ്റെ നോളജ് സിറ്റി. ആ നോളജ് സിറ്റിയാണിപ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് കാണുന്നത്. ഓക്കെ, എല്ലാവരും നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണുക. പിന്നെ നമ്മൾ ആ അടുപ്പിനെ കുറിച്ചിട്ടൊന്ന് വിലയിരുത്തുക, നമ്മൾ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ വയനാട് ട്രിപ്പ് കഴിഞ്ഞു.